ഒരു കുഞ്ഞ് ജനിച്ചു. ഒരിക്കലും ആരും വിശ്വസിക്കാത്ത ഒരു കഥയുടേതായി. ആദോൾഫ് ഹിറ്റ്ലർ. അവൻ ഓസ്ട്രിയയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ 1889 ജനിച്ചു. അവൻ നല്ലവണ്ണം വരക്കാനറിയുന്ന ഒരു കുട്ടിയായിരുന്നു. അവന്റെ സ്വപ്നം ഒരു വലിയ ആർട്ടിസ്റ്റാകും. പക്ഷേ കലാലയത്തിൽ ചേർക്കാൻ ശ്രമിച്ചപ്പോൾ പല അധിക്ഷേപങ്ങളും അവൻ നേരിടേണ്ടി വന്നു. പേടിയും നിരാശയും കൂടിയപ്പോൾ അവന്റെ ഉള്ളിൽ ദേഷ്യം വളരാൻ തുടങ്ങി. അത് ഉള്ളിൽ ഒരു തീ ആയി വളർന്നു. ഇതേ സമയത്താണ് ലോകം ആദ്യമായി യുദ്ധം കാണുന്നത്. ആയുധം എടുക്കാൻ അവൻ മുന്നോട്ട് വന്നു. ആയുധം പിടിച്ച് ജർമ്മനിക്ക് വേണ്ടി ഒറ്റവനെപ്പോലെ പോരാടിയ ആളാണ് ഹിറ്റ്ലർ. പക്ഷേ യുദ്ധം തോറ്റപ്പോൾ അവൻ വിശ്വസിച്ചു, ഇത് നമ്മുടെ രാജ്യം തകർക്കാനുള്ള പകപോക്കലാണ്. ഞാൻ ഇതിന് പ്രതികാരം ചെയ്യും. അവൻ അതിനുവേണ്ടി ഒരു പാർട്ടി തുടങ്ങി. പേരിൽ വലിയ മാറ്റമൊന്നുമില്ല, പക്ഷേ പ്രസംഗങ്ങൾ എല്ലാവരെയും പിടിച്ചു ഇരുത്തും വിധം ആയിരുന്നു. അവൻ താടിയോടും കൈകൊണ്ടും സംസാരിക്കുമ്പോൾ ആളുകൾ പേടിച്ചും ആകർഷിച്ചും കേട്ടു. അവൻ പറഞ്ഞു, ഞാൻ ജർമ്മനിയെ മാറ്റും. ഞാൻ എല്ലാവർക്കും ജോലി കൊണ്ടുവരും. നമ്മൾ വീണ്ടും വലിയ രാജ്യമാകും. പക്ഷേ പിന്നീട് സംഭവിച്ചത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും കഠിനമായ കാലമായിരുന്നു. ഹിറ്റ്ലർ പല ഗ്രൂപ്പുകളെ അധിക്ഷേപിച്ചു, കായികമായി തകർത്തു, വളരെ അന്ധമായ തീരുമാനങ്ങൾ എടുത്തു. ലക്ഷക്കണക്കിന് ആളുകൾ തല്ലപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. അയാളുടെ ജീവിതം അവസാനിച്ചത് 1945 ഒരു തറയ്ക്കടിയിലുള്ള മുറിയിൽ വെച്ചായിരുന്നു. അവൻ അറിയാമായിരുന്നു, ഇനി തീർന്നുപോയി, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യം ഇല്ല എന്ന്. അവൻ സ്വയം തന്റെ ജീവൻ അവസാനിപ്പിച്ചു. ജർമ്മനിയും വലിയ തകർച്ചയിൽ വീണു. ഇത് കേൾക്കുമ്പോൾ ഇത് വെറും ഒരു മനുഷ്യന്റെ കഥ പോലെയാണ് തോന്നുക. പക്ഷേ ഒരാളുടെ മനസ്സിൽ ഉള്ള കോപം, താഴ്മ, പക എല്ലാം കൂടി വന്നാൽ ലോകം തന്നെ തകർക്കാൻ കഴിയും എന്ന് ഓർമ്മപ്പെടുത്തുന്നു.